ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പം നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ 6ാമത്തെ ടാസ്കുകൾ കഴിയുമ്പോഴും നമ്മുടെ അഭിഷേക് തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിൻഡോ രണ്ടാമതായിട്ടുണ്ട്. എപ്പിസോഡിൽ 6ാമത്തെ ടാസ്കും കഴിഞ്ഞെങ്കിലും രാത്രി 2 മണിയോട് കൂടിയാണ് ലൈവിൽ 6ാമത്തെ ടാസ്ക് നമ്മുടെ പൂച്ചയ്ക്കാരും മണി കിട്ടുമെന്ന ടാസ്ക് കഴിഞ്ഞത്. അതിൽ നമ്മുടെ ശ്രീതുവും അതുപോലെ തന്നെ ഋഷിയുമാണ് വിജയിച്ചിരിക്കുന്നത്. ശ്രീതുവിൻ്റെ വിജയം എന്താ പറയുന്നത്, പ്രതീക്ഷിക്കാത്ത ഒരു വിജയമായി പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ടങ് ട്വിസ്റ്ററൊക്കെ ശ്രീതു ഇത്ര മനോഹരമായി പറയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മുടെ മലയാളികൾ മലയാളം നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് പോലും തെറ്റിച്ചപ്പോൾ ശ്രീതു വളരെ മനോഹരമായിട്ട് 3ാമത്തെ ടാസ്കിൽ ആ ഒരു ടങ് ട്വിസ്റ്റർ പറഞ്ഞ് 3 പോയിന്റുകൾ നേടി. ഋഷി ആദ്യത്തേതും 2ാമത്തെ ടാസ്കിൽ വിജയിച്ചത് കൊണ്ട് തന്നെ ഋഷിക്ക് 3 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്കിൽ വിജയിച്ച് 2 പേർക്കും 3 പോയിന്റുകൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 6 ടാസ്കുകൾ കഴിയുമ്പോൾ ടിക്കറ്റ് ടു ഫിനാലയിൽ 11 പോയിന്റുകളുമായിട്ട് അഭിഷേക് മുന്നിലും 6 പോയിന്റുകളുമായിട്ട് നമ്മുടെ ജിൻഡോ രണ്ടാമതും 5 പോയിന്റുകളുമായിട്ട് സായി മൂന്നാമതുമുണ്ട്. അത് ബാക്കിയുള്ളവരൊക്കെ തൊട്ട് പുറകിലായിട്ട് അർജുൻ, ഋഷി, അതുപോലെ തന്നെ ജാസ്മിൻ എന്നിവരൊക്കെ 2 പോയിന്റ് 3 പോയിന്റ്, ശ്രീധുവിന് ഇപ്പം 3 പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പം തൊട്ട് പുറകിലായിട്ട് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ എന്ത് രീതിയിലുള്ള ടാസ്കുകളാണ് ഉദ്ദേശിക്കുന്നത് എന്നറിയത്തില്ല. എന്നിരുന്നാൽ പോലും ആദ്യത്തെ പ്രൊമോ, ഇന്നത്തെ ഒരു ടാസ്കിൻ്റെ പ്രൊമോയിൽ കാണുമ്പോൾ നമുക്കറിയാം അതിലൊക്കെ അഭിഷേകൊക്കെ ആദ്യം പുറത്താകുന്നുണ്ട്. അപ്പോൾ അഭിഷേകിന് മിക്കവാറും പണി കിട്ടാനുള്ള സകല ചാൻസും ഉണ്ട്. മിക്കവാറും ഈ പറയുന്നത് പോലെ ടിക്കറ്റ് ടു ഫിനാലെ വേറെ ആരെങ്കിലും തൂക്കുമോ എന്നതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ മുന്നോട്ട് വരാനുള്ള അവസരങ്ങളാണ്. 11 പോയിന്റ് അഭിഷേകിനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ആരെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ച് കഴിഞ്ഞാൽ മുന്നിലെത്താം. അതുപോലെ ജിൻഡോയ്ക്ക് അവസരങ്ങളുണ്ട്. വേറെ ആർക്കെങ്കിലും അടുപ്പിച്ച് 2-3 മത്സരങ്ങൾ വിജയിച്ച് കഴിഞ്ഞാൽ പോയിന്റ് നിലവിൽ 4-3 പോയിന്റ് ഉള്ളവർക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പം അഭിഷേകിന് ഇനിയെങ്കിലും ഏതെങ്കിലും ഒരു 1-2 മത്സരങ്ങളിൽ സെക്കൻഡോ ഒക്കെ ആയിട്ട് വന്ന് മുന്നിലേക്ക് പോയിന്റ് ഉയർത്താൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ അഭിഷേകിന് ഈ പറയുന്നത് പോലെ 1ാം സ്ഥാനം നഷ്ടമാകുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, കുഴപ്പമില്ല. അത് ആർക്ക് കിട്ടിയാലും പ്രശ്നമൊന്നുള്ള കാര്യമല്ല. ഭാഗ്യം കൊണ്ടും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ സപ്പോർട്ട് കൊണ്ടും കിട്ടാതെ മികച്ച രീതിയിൽ ഗെയിം കളിച്ച് ജെന്യുവനായിട്ടുള്ള കണ്ടസ്റ്റൻസിന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അല്ലാത്തവർക്ക് കിട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പ്രേക്ഷക സപ്പോർട്ട് നേടിയെത്തേണ്ട കണ്ടസ്റ്റൻസിനൊക്കെ ആ ഒരു പ്രേക്ഷക സപ്പോർട്ട് നേടിയെത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ടിക്കറ്റ് ടു ഫിനാലെ കിട്ടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു നോമിനേഷൻസ് അല്ലെങ്കിൽ ഒരു എവിഷൻ അവർക്ക് ഒഴിവായി പോകും. പ്രേക്ഷകർ അത് പിന്നെ ഒരു ലാഗായിട്ട് നിൽക്കും. പ്രേക്ഷകരുടെ സപ്പോർട്ട് നിലനിർത്തി ഫൈനലിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിരുന്നാൽ പോലും ടാസ്കുകളിൽ മികവ് കാണിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ല കാര്യം. എന്തായാലും നമുക്ക് നോക്കാം, ഇന്ന് 3 ടാസ്കുകളാണോ, ഇന്ന് നാളെയായിട്ട് 2 ടാസ്കുകൾ നടത്തിയാണോ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ആരൊക്കെ മുന്നിലേക്ക് വരും, അതോ മുന്നിൽ നിൽക്കുന്ന പലരും പിന്നിലേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.